ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ മാൾഡയിലും അതുപോലെ തന്നെ സിലിഗുരിയിലും പബ്ലിക് മീറ്റിംഗ് നടത്താൻ അനുവദിക്കുന്നില്ല, ഒപ്പം തന്നെ ഉച്ചഭക്ഷണത്തിന് ഗസ്റ്റ് ഹൗസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥ പോലും സംജാതമായിരിക്കുന്നു എന്നുള്ളത്. ഇതെന്തുകൊണ്ട് എന്നുള്ള ഒരു സംശയം നമ്മൾ സ്വയം പ്രകടിപ്പിച്ചാൽ, പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തോന്നലുണ്ടാകാം, എന്തിനാണ് ബംഗാളിലൊക്കെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, ഇവിടെ ഞങ്ങളില്ലേ, ഈ NDA മുന്നണിയെ പ്രതിരോധിക്കാനാണെങ്കിൽ ഞങ്ങളല്ലേ ഇവിടുത്തെ മുഖ്യശതി, ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി ഒരു വിളക്കലുണ്ടാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കേണ്ട ഈ ഘട്ടത്തിൽ, ഇന്ത്യ മുന്നണിയെ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ ജോഡോ ന്യായയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തോന്നലുണ്ടാകാം. ഇനി അതല്ല, മറുഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ എന്തിനാണ് മമതാ ബാനർജി ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ്, കോൺഗ്രസ് ഒരുതരം സ്നബിങ് അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ സാധാരണഗതിയിൽ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എങ്ങനെയാണ് ബംഗാൾ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഇടപെടലിനെ താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, മമതാ ബാനർജിയുടെ ചരിത്രം, സ്വഭാവം വെച്ച് അറിയാവുന്നവർക്ക് അത്ഭുതകരമായി അവിടെ ഒന്നും സംഭവിച്ചതായി തോന്നുന്നില്ല. എത്ര വില കുറഞ്ഞ രീതിയിലാണ് ഈ വിഷയത്തെ അവർ സമീപിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജോഡോ ന്യായ യാത്ര ഉചിതമാണോ, ഈ സമയത്ത് അത് വേണ്ടിയിരുന്നുവോ എന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും അയാളൊരു ജാഥയുമായി മുന്നോട്ട് പോവുകയാണ്. ആ ജാഥയിൽ മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും പങ്കുചേരും അല്ലെങ്കിൽ പങ്കെടുക്കും എന്ന് പ്രത്യാശിക്കേണ്ട സന്ദർഭത്തിലാണ് മാൾഡ ഗസ്റ്റ് ഹൗസിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനുള്ള അനുമതി പോലും രാജീവ് ഗാന്ധിക്കും കൂട്ടർക്കും നിഷേധിച്ചിരിക്കുന്നത്. അത് എത്രമാത്രം അപമാനകരമായ ഒരു സാഹചര്യമാണ്. ഈ ജാഥയുടെ പ്രാധാന്യത്തെ ഇത്രമാത്രം വില കുറച്ച് കാണിക്കുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നമുക്ക് കഴിഞ്ഞ ചർച്ചയിൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉൾപ്പെട്ട ആ ചർച്ചയിൽ നമ്മൾ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അതിനേക്കാളൊക്കെ കാര്യങ്ങൾ വളരെയേറെ വഷളായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിതീഷ് കുമാർ പോയിരിക്കുന്നു. ബംഗാൾ കടന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ജാഥ ബീഹാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിതീഷ് കുമാറിനെതിരെ ഒരക്ഷരം പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത്? നമുക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിലോ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും കണക്കെടുത്തുകൊണ്ട് നാളെ ഈ അരിത്മെറ്റിക് ഇതേപോലെ തന്നെ പ്രവർത്തിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം സാഹചര്യം മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ, പ്രതിപക്ഷ മുന്നണിയിൽ വലിയ പ്രതീക്ഷ നമ്മൾ കുറെ കാലം മുമ്പ് അർപ്പിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പല ചർച്ചകളിലും അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതാ അതിൻ്റെ സ്ഥാപകൻ തന്നെ നിതീഷ് കുമാർ തന്നെ അദ്ദേഹം വീണ്ടും രാജിവെക്കുന്നു, വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു പുതിയ സഖ്യവുമായി. അതിൻ്റെ അർത്ഥം എന്താണ്? ബീഹാറിൽ ഇപ്പോൾ NDA ഭരണമാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയുടെ ആകാര വടിവോടെയും മികവോടെയും നരേന്ദ്രമോദി എന്ന വ്യക്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇപ്പുറത്ത് ആരാണ് അതിനൊപ്പം നിൽക്കുന്നത്? ആരാണ് അതിനൊപ്പം നിന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ പ്രാപ്തനായിട്ടുള്ളത്? ആ ചോദ്യം നിൽക്കുമ്പോൾ വ്യക്തിയുമില്ല, പ്രസ്ഥാനവുമില്ല, സംഘടനയുമില്ല എന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു. Debate with MV Nikesh Kumar.